കേരള ചരിത്രത്തിൽ, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങൾ ഇന്നും സജീവമായ ചർച്ചാ വിഷയമാണ്. അക്കാലത്ത് ദളിത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വിലക്കുണ്ടായിരുന്നുവെന്നും ഈ സാമൂഹിക വിലക്ക് ലംഘിച്ച് വസ്ത്രം ധരിച്ചാൽ മുലക്കരം എന്ന പേരിൽ ക്രൂരമായ നികുതി ഈടാക്കിയിരുന്നുവെന്നും ഒരു വ്യാപകമായ പ്രചാരണം നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിട്ടുണ്ട്. നങ്ങേലിയുടെ ത്യാഗത്തെക്കുറിച്ചുള്ള കഥയാകട്ടെ ഒരു വീരഗാഥയായിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രപരമായ വസ്തുതകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ പ്രചാരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കണ്ടെത്താനാകും. വാസ്തവത്തിൽ അക്കാലത്തെ കേരളീയ സമൂഹത്തിൽ ജാതിഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും മാറുമറയ്ക്കാത്ത വസ്ത്രധാരണം സ്വീകരിച്ചിരുന്നുവെന്നും പിയത്രോ ഡെല്ലാവാലെ, യോഹാൻ നീഹോഫ് തുടങ്ങിയ യൂറോപ്യൻ സഞ്ചാരികളുടെ വിവരണങ്ങളും രാജ്ഞിമാർ പോലും മാറുമറച്ചിരുന്നില്ല എന്ന് കാണിക്കുന്ന ചിത്രീകരണങ്ങളും ഈ ചരിത്ര സത്യത്തെ അടിവരയിടുന്നു. യഥാർത്ഥത്തിൽ മുലക്കരം എന്നത് സ്ത്രീകളിൽ നിന്ന് ഈടാക്കിയിരുന്ന തലവരിപ്പണം അഥവാ പോൾ ടാക്സ് ആയിരുന്നു. മുല എന്ന പദം സ്ത്രീയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാദേശിക പ്രയോഗം മാത്രമായിരുന്നു. ലൈംഗികതയുമായോ മാറുമറയ്ക്കുന്നതുമായോ ഇതിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. നങ്ങേലിയുടെ കഥയാകട്ടെ ഒരു വീരഗാഥയായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടെങ്കിലും പ്രാഥമിക ചരിത്രരേഖകളിലൊന്നും ഇതിനൊരു പരാമർശമില്ല. NR കൃഷ്ണയുടെ ഒരു ചെറിയ പരാമർശത്തിൽ നിന്ന് ആരംഭിച്ച് തുടർന്ന് C രാധാകൃഷ്ണൻ പോലുള്ളവർ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചെടുത്ത ഒരു കെട്ടുകഥയാണിത്. എന്നാൽ മാറുമറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥമായൊരു സമരം നടന്നിട്ടുണ്ട്. അതാണ് 19-ാം നൂറ്റാണ്ടിലെ ചാന്നാർ ലഹള. നാടാർ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഉയർന്ന ജാതിയിലുള്ളവരെപ്പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ നടന്ന ഒരു മഹത്തായ സാമൂഹിക പോരാട്ടമായിരുന്നു അത്. ഈ സമരം കൊളോണിയൽ സ്വാധീനങ്ങളുടെയും മിഷനറി പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സ്വാധീനത്തിൽ നടന്ന അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു യഥാർത്ഥ ജനകീയ മുന്നേറ്റമായിരുന്നു. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കുന്നത് നീതിയല്ല. തെറ്റായ വിവരങ്ങൾ തിരുത്തി യഥാർത്ഥ ചരിത്ര സമരങ്ങളെയും അതിലെ വീരരെയും ഓർമ്മിക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്.